നമസ്കാരം. ദിലീപ് ഒന്നും മിണ്ടുന്നില്ല, അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല, പോലീസ് പരാതി പറയുന്നു. ദിലീപിന് പക്ഷേ കുലുക്കമില്ല. പൾസറിനെ അറിയില്ലെന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. തെളിവ് കാട്ടുമ്പോൾ മിണ്ടാട്ടമില്ല. ഒരു ദിവസം കൂടി കസ്റ്റഡി നീട്ടിക്കിട്ടി. കാര്യമായ പ്രതീക്ഷ പോലീസിനുണ്ടോ അറിയില്ല. അപ്പുണ്ണിയെ കാണാനില്ല. അപ്പുണ്ണിയെ മാത്രമല്ല, പൾസർ ചെന്നു കണ്ട പ്രതീഷ് ചാക്കോയും പിടികൊടുത്തിട്ടില്ല. ആലുവ പോലീസ് ക്ലബ്ബ് ഒരു ഇടവേള പറഞ്ഞിരിക്കുകയാണ്. ക്ലൈമാക്സിലേക്ക് പോകും മുൻപുള്ള ഇടവേള. പക്ഷെ രാംകുമാറിന്റെ ചോദ്യങ്ങൾ ശക്തമാണ്. സാക്ഷിയില്ലാത്തതുകൊണ്ട് മാപ്പുസാക്ഷിയെ അന്വേഷിച്ച് നടക്കുകയാണ് പോലീസ് എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ പരിഹാസം. ഒന്നാം പ്രതി ഒളിപ്പിച്ച മൊബൈൽ മറ്റു പ്രതികളാണോ എടുത്തുകൊടുക്കേണ്ടതെന്നും രാംകുമാർ കളിയാക്കുന്നു. അന്വേഷണ പുരോഗതി കോടതിയെ ബോധ്യപ്പെടുത്തേണ്ട ഘട്ടമായിരിക്കുകയാണ്. ദിലീപിനെ കൊണ്ട് തോറ്റെന്ന് പറയുന്ന പോലീസിന് കോടതിയിൽ കാലിടറുമോ എന്ന സംശയം ഉയരുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1. അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന് ആവലാതി പറഞ്ഞാൽ പോലീസിന്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും? 2. പൾസറിനെ അറിയില്ലെന്ന ആദ്യ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കസ്റ്റഡിയിൽ കിട്ടിയിട്ടും ദിലീപിന് കഴിയുന്നതെങ്ങനെ? 3. ദിലീപിന്റെ കൈവശം ദൃശ്യങ്ങളുണ്ടെന്ന് പറയുമ്പോഴും തെളിവുകൾ കണ്ടെടുക്കാൻ പോലീസ് പരാജയപ്പെടുന്നു. 4. അപ്പുണ്ണിയെ കിട്ടേണ്ടത് അനിവാര്യമെങ്കിൽ വലമുറിച്ചു പോകും വരെ കാത്തിരുന്നതെന്തിന്? 5. പ്രതീഷ് ചാക്കോയിലൂടെ 11ാം പ്രതിയുടെ പങ്കാളിത്തം പഴുതടച്ച് തെളിയിക്കാൻ പോലീസിനാകുമോ? 6. അന്വേഷണ പുരോഗതി അനിശ്ചിതകാലത്തേക്ക് നീണ്ടുപോയാൽ ആനുകൂല്യം കിട്ടുക 11ാം പ്രതിക്കോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം. ദിലീപിന് കുലുക്കമില്ലേ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് വക്താവും മുൻ എംഎൽഎയുമായ ജോസഫ് വാഴക്കൻ, തിയേറ്റർ ഉടമ ലിബർട്ടി ബഷീർ, അഭിഭാഷകൻ MC ആഷി, രാഷ്ട്രീയ നിരീക്ഷകൻ സണ്ണിക്കുട്ടി അബ്രഹാം എന്നിവർ. അതിഥികളിലേക്ക് പോകും മുൻപ് 1 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള.